ഹലോ. പിന്നെ ഇതാ പാതിര കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. എനിക്ക് ഈ ഫെസ്റ്റിവൽസ് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം ക്രിസ്മസ് ആണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഡിസംബറിൻ്റെ ആ ഒരു തണുപ്പും അതുപോലെ തന്നെ ഈ രാത്രിയുള്ള പള്ളിപ്പോലും കുർബാനയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഞാൻ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ ക്രിസ്മസ്. അപ്പോൾ ദേ കുളിയൊക്കെ കഴിഞ്ഞതാ റെഡി ആവാണ്. അപ്പോൾ ഞാൻ മുടിയുമിട്ട് കുറച്ച് നേരം ഒന്ന് പണിത് നോക്കിയത്, ഒരു കേൾനെസ് ഒന്ന് ആസ്വദിച്ചതാണ്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കേൾനെസ് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം മജാൻ്റെ എൻ്റെ അടുത്ത് അഴിച്ചിട്ട് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പരത്തി കെട്ടി വെക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ മുടിയുടെ കാര്യം എനിക്കെല്ലാം അറിയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ കൊഴിഞ്ഞൊന്നും ഇല്ല എന്തായാലും. അങ്ങനെ കുറച്ച് നേരം ഞാൻ അഴിച്ചൊക്കെ ഇട്ടിങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ മാസ്റ്റർ പീസ് ഹെയർ സ്റ്റൈലിലോട്ട് തന്നെ എത്തിയിട്ടോ. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇട്ടു, ലിപ് ബാം ഇട്ടു. ഇപ്പോൾ ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ. പിന്നെ ഞാനങ്ങോട്ട് ഇട്ടു. പിന്നെ കമ്മൽ സെലക്ഷനായിരുന്നു. പിന്നെ അതൊരു കമ്മൽ, ഈ ഒരു കമ്മലാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനിയും ഇത്തവണ ട്വിന്നിങ് ആയിട്ടാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോക്കി നമ്മുടെ നദാനാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ ഇതിനെ പോക്കി പള്ളി കൊണ്ടുപോകണം. അപ്പോൾ ഇതേ മെജാൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇനിയും ഇതുപോലെ സെയിം ആയിട്ടുണ്ട് തയ്ച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇത്ര പെട്ടെന്നാളും ഒരു വർഷം പോയത്. കഴിഞ്ഞ വർഷം 12 മണിക്ക് പടക്കം പൊട്ടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു വർഷം അങ്ങോട്ട് പോയി.